കാലിയായ ഒരു പോക്കറ്റിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ നിറഞ്ഞ ഒരു പോക്കറ്റിന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വഴികളിൽ നിങ്ങളെ നശിപ്പിക്കാൻ കഴിയും. ആയതിനാൽ തന്നെ ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്താണോ നൽകുന്നത് അതുതന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന ഒരു നല്ല ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സന്തോഷം ആസ്വദിക്കാൻ കഴിയും. പരിശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമത്തിനു മുന്നിൽ ഒരു നാൾ തോൽവി മുട്ടുകുത്തുക തന്നെ ചെയ്യും. എളിമയായിരിക്കുക. അത് നിങ്ങളെ ഉയർന്ന ജീവിതത്തിലേക്ക് നയിക്കും. നമ്മൾ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഫലം ഒരു നാൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഒഴിവുകഴിവുകൾ ഇന്നത്തെ ദിവസത്തെ എളുപ്പമാക്കുന്നു, എന്നാൽ നാളെയെ അത് കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ അതെല്ലാം ശരിയാക്കുന്നു. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യവുമാണ്. ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും പ്രതീക്ഷ നൽകുവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാക്കും. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നില്ല, അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെയല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക. അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവുകളെയും അംഗീകരിക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ.